പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥർ ദുരിതത്തിൽ. മലമ്പുഴ മണ്ഡലത്തിലെ തേനാരി യു.പി. സ്കൂളിലെ ബൂത്തുകളിലെ ഉദ്യോഗസ്ഥരാണ് വെളിച്ചമില്ലാത്തതിനാൽ ബുദ്ധിമുട്ടിലായത്. മൊബൈൽ ഫ്ലാഷ് ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് ക്രമീകരണം നടത്തിയത്. ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ. ഇക്ബാൽ, ഇതിലിപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉദ്യോഗസ്ഥർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയില്ല എന്നാണോ പരാതി? എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ ഇതിനോടകം? വിനീത, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിലേക്ക് ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ ഈ പോളിംഗ് സാമഗ്രികളുമായി എത്തിയത്. ഇത്തരത്തിൽ 6 ഉദ്യോഗസ്ഥരാണ് ഈ പാലക്കാട് മലമ്പുഴ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തേനാരി യു.പി. സ്കൂളിലേക്ക് ഈ പോളിംഗ് ബൂത്ത് തയ്യാറാക്കുന്നതിന് വേണ്ടി എത്തിയതാ. ഇവർക്കാണ് രാത്രിയോടുകൂടി ഇവിടെ വെളിച്ചമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഇവർ മുഴുവൻ ദുരിതത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പാലക്കാട് വളരെ ചൂട് കൂടിയ ഒരു സമയമാണ്. ഈ സാഹചര്യത്തിൽ വൈദ്യുതി കൂടി ഇല്ലാത്തതായതോടെയാണ് ഈ പോളിംഗ് ഉദ്യോഗസ്ഥരെല്ലാം വലിയ രീതിയിൽ ദുരിതത്തിലായത്. മാത്രമല്ല, ഈ രാത്രിയിൽ വേണം ഉദ്യോഗസ്ഥർക്ക് നാളെ രാവിലെ നടക്കാൻ പോകുന്ന ഈ പോളിംഗുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടി. പക്ഷേ കൃത്യമായ ഒരു വെളിച്ച സംവിധാനം അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നീട് മൊബൈൽ ഫോണുകളുടെ ഫ്ലാഷ് ഉപയോഗിച്ചുകൊണ്ടാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളെല്ലാം അവിടെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. ലഭിക്കുന്ന വിവരപ്രകാരം 4 വനിതാ പോളിംഗ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 6 ഉദ്യോഗസ്ഥരാണ് ഈ തേനാരി യു.പി. സ്കൂളിലെ 199 അതുപോലെ തന്നെ 200 എന്നീ ബൂത്തുകളിൽ പോളിംഗ് ഉദ്യോഗസ്ഥരായിട്ട് ഉള്ളത്. ഇവരാണ് ഇപ്പോൾ ഈ സ്കൂളിൽ കൃത്യമായി വൈദ്യുതി സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം ഉടൻ തന്നെ ഉദ്യോഗസ്ഥരുടെ പരാതി സ്വീകരിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി എത്തിച്ചു നൽകാമെന്നൊരു ഉറപ്പ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും രാത്രി ഏറെ വൈകിയാൽ പോലും ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായിട്ടുള്ള പോളിംഗിന്റെ സാമഗ്രികൾ ഒരുക്കുന്ന വിഷയത്തിൽ മാത്രമല്ല, അവരുടെ സുരക്ഷയെ പോലും ബാധിക്കുന്ന വിഷയമാണല്ലേ? തീർച്ചയായും വിനീത, അതായത് 4 വനിതാ ഉദ്യോഗസ്ഥരാണ് അവിടെ ഉള്ളത്. പോളിംഗ് സാമഗ്രികളുടെ സുരക്ഷ ഉറപ്പാക്കണം, സ്വയം സുരക്ഷയും അവർക്ക് ഉറപ്പാക്കിയേ സാധിക്കൂ. പക്ഷേ തേനാരി പറയുന്നത് വളരെ ഗ്രാമമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഉള്ള ഒരു സർക്കാർ യു.പി. സ്കൂളിലാണ് ഈ ഉദ്യോഗസ്ഥരായി ഈ ഒരു ജോലിക്കായി നിയമിക്കപ്പെട്ടിട്ടുള്ളത്. അവരാണ് ഇപ്പോൾ ഈ വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നേരിടുന്നത്. ഏതായാലും ഉടൻ തന്നെ ഇവരുടെ പരാതി പരിഗണിച്ചുകൊണ്ട് അവിടേക്ക് വൈദ്യുതി എത്തിച്ചു നൽകും എന്നാണ് ലഭ്യമാവുന്ന വിവരം. വെളിച്ചവും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഇല്ലാത്തത് കൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് തയ്യാറെടുപ്പുകൾ നടത്താൻ ഉദ്യോഗസ്ഥർ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. മൊബൈൽ ഫ്ലാഷ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു യു.പി. സ്കൂളിൽ ഈ നാളെ രാവിലെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ നടത്താമെന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും ആശങ്കയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ തേനാരി യു.പി. സ്കൂളിൽ തയ്യാറാക്കിയിട്ടുള്ള 199 അതുപോലെ തന്നെ 200 ബൂത്തുകളിൽ എത്തിയിട്ടുള്ള ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ വലിയ രീതിയിലൊരു ആശങ്കയിലാണ്. നാളെ രാവിലെ 6 മണിക്ക് ആവുമ്പോഴേക്കും ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സാമഗ്രികളും അവിടേക്ക് എത്തിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കണം. പക്ഷേ ഈ വൈദ്യുതി ഇല്ലാത്തത് വലിയ രീതിയിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ 4 വനിതാ ഉദ്യോഗസ്ഥരുണ്ട് ഈ കൂട്ടത്തിൽ. ഇവരുടെ സുരക്ഷ ഉൾപ്പെടെ വലിയ രീതിയിൽ ആശങ്കയായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും നിലവിൽ ഇവർക്ക് വൈദ്യുതി എത്രയും പെട്ടെന്ന് എത്തിച്ചു നൽകാം എന്നൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് എത്രത്തോളം പെട്ടെന്ന് ലഭിക്കുമെന്നാണ് ഇനി നോക്കിക്കാണുന്നത്. ശരി, ഇക്ബാലിന്റെ റിപ്പോർട്ട് കണ്ടിട്ടെങ്കിലും ഇതിലൊരു നടപടി ഉണ്ടാകട്ടെ എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ജില്ലാ വരണാധികാരി ഉൾപ്പെടെയുള്ളവർ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട നടപടിയെടുക്കട്ടെ.